നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു രണ്ട് ടൈപ്പ് നെയിൽ ഗണ്ണുകളാണ്. ഇത് 3-in-1 നെയിൽ ഗൺ എന്ന് പറയും. ഇൻകോ എന്ന ബ്രാൻഡിൻ്റെയാണ്. നെയിൽ ഗൺ എന്ന് പറയുമ്പോൾ ഇത് സ്റ്റാപ്ലർ പോലെ തന്നെ കുറച്ച് ഹെവി ടൈപ്പ് സ്റ്റാപ്ലർ ആണ്. ഇതിനെ നെയിൽ ഗൺ എന്നാണ് പറയുക. 3-in-1 എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് പിന്നുകൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് 3-in-1 എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരെണ്ണം നമ്മുടെ ചുമരിലൊക്കെ ആണി അടിക്കുന്ന ഒരു നെയിൽ ഗൺ തന്നെയാണ്. അതിലിതുപോലെയുള്ള ഇത് ചെറിയ നമുക്ക് അധികം ചുറ്റിക്കൊണ്ട് അടിക്കൊന്നും വേണ്ട. ഇതിൽ വെടിമരുന്നാണ് ഇതിനകത്ത്. അപ്പോൾ ഫയർ ചെയ്ത് ഇത് തോക്ക് കൊണ്ട് വെടിവെക്കുമ്പോൾ ചുമരിലൊക്കെ ആണി വെടിവെച്ച് അടിക്കാൻ നെയിൽ ഗൺ ആണി അടിക്കാനുള്ളൊരു ടൂളാണിത്. ഇപ്പോൾ കുറെ പ്രചാരത്തിലായി, കുറച്ച് ആയിട്ട് ഇപ്പോൾ സർവ്വസാധാരണമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുമരിൽ കോൺക്രീറ്റിലോ ഇരുമ്പിലടക്കം അടിച്ച് കയറും ഇതിൽ. അപ്പോൾ നമ്മൾ പല വീഡിയോയിലും ചിലപ്പോൾ പലരും കണ്ടു കാണും. അപ്പോൾ അത്രയും പവർഫുള്ളാണ്. നമ്മൾ സാധാരണ പോലെയല്ല, ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അടിച്ചു കയറും. അപ്പോൾ പ്ലംബിങ്ങിന് പൈപ്പുകളൊക്കെ ചുമര് കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അടിച്ചു കയറ്റാനൊക്കെ ഒരുപാട് താമസം വരും. സ്ക്രൂ ചെയ്യൊന്നും വേണ്ട. ഓപ്പൺ ബെല്ലും മതിലില്ല പുറത്തുകൂടെയൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഇതിന് കുറച്ച് ഇത്തിരി കോസ്റ്റ്ലി ആണ്. ഒരെണ്ണത്തിന് 5 രൂപ തൊട്ട് ഒരു 8 രൂപ 10 രൂപയുടെ താഴെ വരെയൊക്കെ വില ഓരോ നെയിലിനും വരും. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും വർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇത്തിരി ഹാർഡായ ഇതിലാണെങ്കിൽ നമുക്ക് അടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എത്ര ഹാർഡായ കോൺക്രീറ്റിലോ കല്ലിലൊക്കെ ആയാലും അടിച്ചു കയറി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 2 ടൂളാണിത് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിലിപ്പോൾ 3-in-1 എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് പിന്നുകൾ ഈ ഒരൊറ്റ ഗണ്ണിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതാണ്. ഒന്ന് യു ടൈപ്പിൽ വരുന്നതാണ്. ഇത് സ്ക്വയർ ടൈപ്പ് വരും. ഇത് യു പോലെ യു ടൈപ്പ് വരും. ഇത് വെറുതെ ആണി സ്ട്രെയിറ്റ് ആണ്. ഐ ടൈപ്പ് ഇങ്ങനെ ആണി പോലെ വെറുതെ ആണി അടിക്കാം. എഡ്ജിലൊക്കെ നമുക്ക് പല പ്ലൈവുഡ് ബോക്സ് ഒക്കെ അതിൻ്റെ അടിയിൽ ആണി അടിക്കണമെങ്കിൽ ഇപ്പോൾ അപ്പോൾസ്ട്രി വർക്ക്, വണ്ടിയുടെ സീറ്റ് കവർ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല ഹൈ പ്രഷറിൽ ഇത് കയറും. നല്ല പവർഫുൾ ആണ് ഇത്. സാധാരണ ഇപ്പോൾ റബ്ബർ മരത്തിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഇടണമെങ്കിൽ ഇത് വളരെ ഈസിയാണ്. ഹൈ പ്രഷറിൽ ഇത് അടിച്ച് കയറ്റാനൊക്കെ പറ്റും നമുക്ക്. അപ്പോൾ ഇത് പല സൈസിൽ പിന്നുകൾ കിട്ടും, പല ഹൈറ്റിൽ. ഇതിപ്പോൾ 12mm പിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് ആണ് 12mm വരുന്നത്. ഇതാവുമ്പോൾ 8mm ആണ്. ഇത് ഹൈറ്റ് കുറഞ്ഞതാണ് ഇത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര ആഴത്തിൽ പോകണം. ഇപ്പോൾ മരത്തിൽ റഫായ സർഫസിലൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ആഴത്തിൽ പോകേണ്ടി വരും പിടിക്കണമെങ്കിൽ. ഇത് സ്മൂത്ത് ആയിട്ടുള്ള ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം വേണ്ട. അപ്പോൾ 8mm 10mm അങ്ങനെ 12mm പല സൈസിൽ വരുന്നുണ്ട്. അതേപോലെ ഇത് നമുക്കൊരു ഇപ്പോൾ ഒരു വയറിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ക്ലാമ്പ് ചെയ്ത് പോകണമെങ്കിൽ ഇത് ചുമരിലൊന്നും അടിക്കുന്നതല്ല. ഇത് സോഫ്റ്റായ തടിയിലോ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള ഐറ്റങ്ങളിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക. പ്ലൈവുഡിലെ മരങ്ങളിലൊക്കെ സൈഡിലൊക്കെ ഇത് പിന്നടിക്കാൻ അതിന് വേണ്ടിയുള്ള സ്റ്റാപ്ലറാണ് ഇത്. അല്ലാണ്ട് ഇപ്പോൾ സിമെന്റിലോ കോൺക്രീറ്റിലോ ഒന്നും ഉപയോഗിക്കാനുള്ളതല്ല ഇത്. അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ടൈപ്പ് ഇപ്പോൾ ഒരു കേബിൾ വെച്ച് നമുക്ക് ലൈൻ ചെയ്ത് പോകണമെങ്കിൽ ഇതുപോലത്തെ യു ടൈപ്പിലുള്ള ഈ ക്ലാമ്പ് വെച്ച് നമുക്ക് അടിച്ചു പോവാം. മറ്റേ പിന്നെ സ്ട്രെയിറ്റ് ഉപയോഗിക്കുന്നത്, സിംഗിൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ എഡ്ജൊക്കെ നമ്മൾ ആണി തല്ലി ഉറപ്പിക്കുക. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇതും ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് നമുക്കിതിപ്പോൾ തുറക്കണമെങ്കിൽ ഈ ഭാഗം ഇവിടെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് പിന്നെ ഇതിലിടാം. ഇതിനകത്ത് ഇപ്പോൾ ഒരു യു ടൈപ്പ് നമ്മൾ സി ടൈപ്പ് ഈ പിന്നുണ്ട് ഇതിൽ. ഇതോ അല്ലെങ്കിൽ ഈ ടൈപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇടാവുന്നതാണ്. ഇതിപ്പോൾ ഈ ടൈപ്പ് ഇടുന്നു. ഇതിപ്പോൾ അതിനകത്ത് ഇട്ടിട്ട് നമുക്കിത് ലോക്ക് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ വെച്ച് സ്പ്രിംഗ് ലോഡഡ് ആണിത്. ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്യേണ്ട ആവശ്യം. ഇപ്പോൾ നമുക്കൊരു വയർ വെച്ചിട്ട് അടിച്ച് നോക്കാം. ഇപ്പോൾ ഇതിന് മുകളിൽ കൂടെ വെച്ച് പ്രസ് ചെയ്താൽ വയർ അതിൽ ലോക്കായിരുന്നു. പിന്നെ ഇളകിപ്പോയില്ല. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് വരുന്നത്. അങ്ങനെ ഉറപ്പിച്ചു പോകണമെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ ഇതിൽ ടെൻഷനും ഇതിന്റെ പ്രഷർ എത്ര ആഴത്തിൽ പോകണം എന്നുള്ളത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ക്ലൈം ചെയ്ത് പോകണമെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ നമുക്കിത് നെയിൽ വെറുതെ ആണി മാത്രം മതിയെങ്കിൽ ഇതിപ്പോൾ സ്ട്രെയിറ്റ് ഈ ആണിയുടെ ഇതൊരു സൈഡിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ വെച്ച് നമുക്ക് ആണിയായിട്ട് ഇങ്ങനെ ഇത്തിരി പ്രഷർ കൂട്ടി വയ്ക്കും. ഇതിപ്പോൾ ഏറ്റവും ഇതിന്റെ പ്രഷർ നമുക്ക് എത്രത്തോളം ആഴത്തിൽ പോകണം ഇത് നമുക്ക് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ അപ്പോൾ കുറച്ച് കയറിയാൽ മതിയോ ഫുള്ളായിട്ട് കയറണമെന്നുള്ളതനുസരിച്ച് ഇങ്ങനെ വെച്ചടിച്ചാൽ ഇത് പാണി ഇതിനകത്ത് ഫുള്ളായിട്ട് കയറിപ്പോയി.
ഇനി കുറച്ച് ലൂസാക്കി വെച്ചാൽ നമുക്കത് ഏറ്റവും ലൂസിലൊന്ന് അടിച്ചു നോക്കാം. ഇതിപ്പോൾ കുറച്ച് തല പുറത്തുനിന്ന് ഉണ്ട്, പുറത്ത് ഇത് ഫുള്ള് അടിച്ചു. ഇനി ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വലുതൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാം. അതനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ വലിയ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് യു ടൈപ്പാണ്. അത് ഇതിനുള്ള പിന്നുകൾ എനിക്കിവിടെ തന്നെ ബ്രാൻഡിലും കിട്ടുന്നുണ്ട്, അല്ലാതെ പുറത്തുനിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഈ വരുന്ന സൈസ് കുറച്ച് ചെറിയ സൈസാണ്. ഇതിന് പോരാ, ഇത് വളരെ സ്ലിം ആണ് ഇത് വരുന്നത്. നമുക്ക് കുറച്ച് ഒരു മിനിമം കുറച്ച് വീതിയുള്ളത് വേണം അതിന്. ഇത് വളരെ ചെറിയ ഈ ലെങ്ത് ഇതിനകത്ത് കയറുള്ളൂ. ഇത് മറ്റു ബ്രാൻഡ് പുറത്തുനിന്ന് വരുന്നതാണ്. ഇത് 10,000 ഒരു ബോക്സ് ആണ്. അപ്പൊ ഇത്രയും ഇത് ന്യൂമാറ്റിക് മെഷീന് ഈ കംപ്രസറൊക്കെ വെച്ച് ഇപ്പോൾ സീറ്റ് വർക്കൊക്കെ ചെയ്യുന്നവര്, അപ്പോൾസ്റ്ററി വർക്ക് ചെയ്യുന്നവരുടെ അവിടെയൊക്കെ ന്യൂമാറ്റിക് മെഷീൻ ആയിരിക്കും. അതിനുള്ള വലിയ ഗണ്ണുള്ള പിന്നാണിത്. അപ്പൊ അത്രയും ലെങ്ത് ഇതിൽ പോവില്ല. ഇതിനകത്ത് മാക്സിമം ഈ ലെങ്ത്തേ പോവുള്ളൂ. അപ്പൊ കുറച്ച് കട്ട് ചെയ്ത് ഇതിൽ ഇടേണ്ടി വരും. ഇത്രയും ഫുൾ ലെങ്ത് ഇതിനകത്ത് പോവില്ല. അപ്പൊ ഇത് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ 10,000 ബോക്സ് 410 രൂപ ഇതിന് ബൾക്ക് വില വരുന്നുള്ളൂ. ഇതല്ലെങ്കിൽ 1000 നമുക്ക് 70 രൂപ 80 രൂപ ഏകദേശം ആ റേഞ്ച് വരുന്നതാണ് ഇതൊക്കെ വരുന്നത്. 90-100 അടുത്തൊക്കെ വില വരുന്നുണ്ട് ഇൻകോയുടെ തന്നെ വരുന്നത്. അപ്പൊ ഇതിലൊരു പിന്നെ ഇതിനകത്തിട്ടാൽ നമുക്ക് ഇതിപ്പോ ഇത് അടിക്കുകയാണെങ്കിൽ ഇതിപ്പോ ഏറ്റവും ടെൻഷൻ കുറച്ചാണ് അടിക്കുന്നത്. അടിക്കുമ്പോൾ അത് 12 mm ആണ് ഇത് വരുന്നത്. അപ്പൊ ഇത് ഫുൾ അതിനകത്ത് കയറുന്നില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാൻ പറ്റും ഇതില്. പിന്നെ ഒരു പകുതി ഇതിപ്പോ കുറച്ച് ടൈറ്റ് ചെയ്തു. ഇത് അടിക്കുമ്പോൾ ഇതിപ്പോ അതിനേക്കാളും വിട്ട് കുറെ കൂടി കൂടുതൽ ആഴ്ത്തി പോയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്ത് ഇപ്പൊ ഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് മാക്സിമം ഇറങ്ങും. ഇത് 12 mm ആയതുകൊണ്ടാണ് ഈ വലിയ തടിയാണ് ഇത് ഇത്രയും ഇതിനകത്ത് ഫുള്ള് പോകാത്തത്. 8 or 10 ഒക്കെ ആണെങ്കിൽ ഫ്ലഷ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരധികം പിന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ സ്പീഡിൽ നമുക്ക് അടിച്ചടിച്ച് പോകാം. കയ്യിന് ലോഡൊന്നുമില്ല. വളരെ ഈസിയാണ് ഇത് വർക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് ഫർണിച്ചർ വർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയ കാരണം നമുക്ക് അതിന് വേണ്ടി കംപ്രസറോ മറ്റേതൊന്നും ആവശ്യമില്ല. കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ കംപ്രസർ അത് കുറേ കൂടി ഫാസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ മാനുവലായിട്ട് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമുള്ളതാണ്. ഇതിന് വില വരുന്നത് ഒരു 630 രൂപയാണ്. ഞാൻ ഒരു വർഷം മുന്നേ വാങ്ങിയതാണ്. ഇപ്പോൾ കുറച്ച് വില കുറവുണ്ട്, 550 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പിന്നുകളും പല ടൈപ്പ് പിന്നുകൾ നമുക്ക് കിട്ടും. അത് ബൾക്കായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് വില കുറവിന് കിട്ടും. അപ്പം ഇങ്ങനെ ഉള്ളത് 3-in-1 നെയിൽ ഗൺ എന്നാണ് ഇതിന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ വലിയ ടൈപ്പ് നെയിൽ ഗൺ പരിചയപ്പെടാം. ഇതിങ്ങനെ കോൺക്രീറ്റിൽ ഉപയോഗിക്കാനുള്ള മെയിനായിട്ട്, മരത്തിലും ഒക്കെ പറ്റും. ഇത് വളരെ പവർഫുള്ളാണ്. ഇതിനകത്ത് കരിമരുന്ന് ഇത് വെച്ച് വെടി പൊട്ടിക്കുന്ന പോലെ ഭയങ്കര സൗണ്ടുമാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ നെയില് ഇതിൽ നമുക്ക് അടിക്കേണ്ട നെയില് സ്റ്റാൻഡേർഡായിട്ട് ഒരു ടൈപ്പ് നമുക്ക് ഇഷ്ടമുള്ള ആണിയൊന്നും വെച്ച് അടിക്കാൻ പറ്റില്ല. ഇതിനുള്ള ഈ പ്രത്യേക ടൈപ്പ് നെയിൽ തന്നെ ഉപയോഗിക്കണം. അത് ആണികളാണ്. അപ്പൊ ഇത് മെഷീന്റെ കൂടെ ഒരു കുറച്ചെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിലും പിന്നെ ഒരു 50 100 നമ്മൾ വാങ്ങി വെക്കണം. ഞാൻ അത് പിന്നെ ഒരു 100 എക്സ്ട്രാ വാങ്ങിയതാണ്. അപ്പൊ ഒരു 850 രൂപയോളം വില വന്നു 100 ഇപ്പൊ കുറച്ച് കുറവുണ്ട്. എന്നാലും ഏകദേശം 6-7 രൂപയൊക്കെ ഒരെണ്ണത്തിന് വില എന്തായാലും വരും. അപ്പൊ അത് ഇതിനകത്ത് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യാം. ഇതിനെ വെച്ചിട്ട് നമുക്ക് എവിടെ അടിക്കേണ്ട അവിടെ വെച്ച് പ്രസ് ചെയ്താൽ ആണി അടിച്ച് കയറും. ഇപ്പൊ ചുമരിലാണെങ്കിൽ ചുമരിൽ വെച്ചിട്ടായാലും നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് അടിക്കേണ്ട സ്ഥലത്ത് വെച്ച് ഒന്ന് ബലമായിട്ട് ഒന്ന് പ്രസ് ചെയ്യാണ്. ഭയങ്കര സൗണ്ടും വരുന്നതാണ് ഇത് ഞാൻ ഒരു 1-1.5 വർഷത്തിന് മുന്നാണ് ഇത് വാങ്ങിയത്. അപ്പൊ ഇതിന് 750 രൂപയായിരുന്നു ഈ ഗണ്ണിന് വില വരുന്നത്. ഒരു 850 രൂപയോളം 100 ആണികൾക്ക് ഏകദേശം ആ വില വന്നു. ഇപ്പൊ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഒരു ആണി ഒന്ന് അടിച്ച് നോക്കാം. ഈ മരത്തിലാണ് ഇപ്പോൾ അടിക്കുന്നത്. എവിടെ വേണമെങ്കിൽ അടിക്കാം. നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് ഇത് വെച്ച് കുറച്ച് ഭയങ്കര സൗണ്ട് ഇത് പടക്കം പോലെ പൊട്ടുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ഇവിടെ താഴെ ഒന്ന് വെച്ചൊന്ന് പ്രസ് ചെയ്ത് പൊട്ടുണ്ടോ നോക്കാം. ഇവിടെ നിലത്ത് വെക്കണു. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അടി അടിക്കുക ആവശ്യമുള്ളൂ. ഇതിനകത്ത് ആണി ഫുള്ളായിട്ട് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഒരു പീസ് ഇതിനകത്ത് നിൽക്കും. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്താൽ അത് പുറത്തേക്ക് പോകുന്നതാണ്. ഇതിൻ്റെ ബാലൻസ് വരുന്ന ഇതിൻ്റെ ഉണ്ട്.
ഇതിൻ്റെ അകത്ത് ബാലൻസ് വരുന്നതാണ്. അപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് ആണി കയറുക. അത് അതിനുള്ള വാഷറാണ്, ഊരി പോവാതിരിക്കുക. ഹൈ പ്രഷറിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ഐറ്റങ്ങളിലൊക്കെ അടിച്ചാൽ ചിലപ്പോൾ പൊളിഞ്ഞ് തന്നെ പോകും. ഇത് തടിയിലോ കോൺക്രീറ്റിലൊക്കെയാണ് ഇത് ഏറ്റവും നല്ലത്. ഇപ്പോൾ PVC പൈപ്പിലോ അങ്ങനെയുള്ളതിലൊക്കെ അടിക്കാൻ നോക്കിയാൽ മെറ്റലിൽ ഉപയോഗിക്കുകയായിരിക്കും. കാരണം അത്രയേറെ ഫോഴ്സാണ്, അത്രയും പ്രഷറിൽ ഇത് അടിച്ചു കയറും. അതുപോലെ നമുക്ക് ഇപ്പോൾ മരത്തിലടിച്ചത് ഇതിപ്പോൾ ഒരു ഇഷ്ടികയാണ്. ഇത് നടങ്കല്ലല്ല, മെഷീനിൽ അടിച്ച ഇത്തിരി ഹാർഡായിട്ടുള്ള തന്നെയാണ്. വെയിറ്റ് കൂടിയ നല്ല സ്ട്രോങ് ആയ ഇഷ്ടികയാണ്. അപ്പോൾ അതിലും കൂടി ഒന്ന് നമുക്ക് അടിച്ചു നോക്കാം. ഇപ്പോൾ കട്ടയിൽ അടിച്ച ഒരു സെക്കൻഡ് ഫുള്ളായിട്ട് കയറി, ഫ്ലഷായിട്ട് കയറി. കട്ട പൊട്ടൊന്നും ചെയ്തില്ല. നമ്മൾ ആണിയൻ ചുറ്റിക്കൊണ്ടൊക്കെ അടിച്ചാൽ ചിലപ്പോൾ കട്ട പൊട്ടാനും സാധ്യത. ഇത് വളരെ ഫാസ്റ്റായിട്ട് കയറുന്ന കാരണം കട്ട ബ്രേക്ക് ആവുന്നില്ല. ചുമരിലൊക്കെ അടിച്ചധികം പൊട്ടിപ്പൊളിയൊന്നുമില്ല. അത് എത്ര ഹാർഡാണെങ്കിലും കോൺക്രീറ്റോ കല്ലൊക്കെ ആണെങ്കിലും നമ്മൾ അടിച്ച കയറും. പല വീഡിയോയിലും നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും ഇരുമ്പ് പൈപ്പിലൊക്കെ അടിച്ച് കയറ്റുന്നത്. അത്രയും പ്രഷറിലാണ് ഇത് വരുന്നത്. അതിൻ്റെ വേസ്റ്റ് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് ബാലൻസ്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാണ് വേണ്ടത്. പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് പോകും. അപ്പോൾ അങ്ങനെ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ടൂൾ തന്നെയാണ് ഇത്. കുറച്ച് എക്സ്പെൻസീവ് ആണ് സാധാരണ ആണിയേക്കാളും കുറച്ച് ചിലവ്, പക്ഷേ വർക്ക് വളരെ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.